മമ്മൂക്കേനെ നോക്കിയിരിക്കുന്ന പോലെ തന്നെ തോന്നും. പറഞ്ഞു പറഞ്ഞ് എനിക്ക് പണിയില്ലാതാവും. ചിലർ പറഞ്ഞ സൗന്ദര്യമാണ് എന്റെ എനിക്ക് ശാപം എന്നൊക്കെ പറയുന്നത്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഹെൽത്ത്? സെപ്റ്റംബർ 7 പിറന്നാളാണ്. ഒരു വരൂ എന്നാണ് ഒരിക്കലും നടക്കാത്ത കാര്യം. ആരെ കൊണ്ടും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനോ അദ്ദേഹത്തെ അഭിനയിക്കാനോ. ചെന്നൈയിലെ അടയാറില് മാംസിന്റെ വീട്ടിൽ ഞാനും ചാലും ഓടിന്റെ മേളിൽ കയറി. പുള്ളി എങ്ങനെ അറിഞ്ഞെന്നറിയത്. എന്റെ ഓടൊക്കെ പഠിച്ചിട്ട് എനിക്ക് ചില നേരത്തെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ടെൻഷനാണ് കൂടുതൽ ഫോട്ടോ എടുക്കണേ. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതേ വിളിച്ചു എന്റെ ഒരു ചാൻസ് കൊടുക്കും. എനിക്ക് മോശം പേര് വരുത്തരുത്. ഡബിങ് ചെയ്തിട്ടുണ്ട് കുറെ മൂവിക്ക്. ജയ്ഭീമില് പ്രകാശ് രാജ് സാറിനെ ഞാൻ ഡബ് ചെയ്തു. മാമന്നനില് ഭഗത് വാസിനെ ഞാൻ ഡബ് ചെയ്തു. അതിന്റെ മീറ്റർ പിടിക്കാൻ ഭയങ്കര പാടാണ്. ചെന്നൈ വെച്ച് ചാലു അത് അഭിനയിക്കും. ഇത് വാപ്പിച്ചിട്ട് പോലെയാണല്ലോ അഭിനയിക്കണം. അങ്ങനെയൊന്നും ചെയ്യാതെ എനിക്ക് അപ്പോഴും അദ്ദേഹത്തെ കൽപ്പചേച്ചിയാണ്. ഞാൻ പറഞ്ഞ ചേച്ചി എനിക്കൊരു പേരൊന്നും ഇതിനോട് ഇന്നും കൂടി ചേർന്ന് ചന്തുവിനത്തെ ഡയലോഗ് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. അവസാനം മമ്മൂക്ക പറയുന്നത് എന്റെ ഇന്റർവ്യൂ കൊടുക്കാനാണ് വന്നേക്കുന്നത്. അതെ, അതുപോലെ പണം കൊണ്ട് വീട് നിർമ്മിക്കാം എന്ന നൂതന ആശയവുമായി മലയാളികൾക്കരികിലേക്ക് എത്തിയ ബൈറ്റ് ഹോംസ് ഫോർ 500 സക്സസ്ഫുൾ പ്രൊജക്ടുകളുടെ നിറവിൽ നിൽക്കുമ്പോൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഒരുക്കുന്നു ബൈറ്റ് ഹോംസ് ഫോർ ഉത്സവം 2025 ഓഗസ്റ്റ് 27 കൊച്ചി അസീസിയ കൺവെൻഷൻ സെന്ററിൽ വെച്ച്. അപ്പോൾ കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. മലയാളം കാത്തിരിക്കുന്ന ആഘോഷവേദി ബൈറ്റ് ഹോംസ് ഫോർ ഉത്സവം. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. ദീപിത്രമേൽ ഇന്ന് എന്നോടൊപ്പം ഇതാരാ പെട്ടെന്ന് മമ്മൂക്കിയാണോ എന്നൊക്കെ നിങ്ങൾ ആദ്യം ഞെട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു. എന്റെ കൂടെ അഷ്കർ സൗദാനാണ്. പക്ഷെ നമസ്കാരം അഷ്കർ. അഷ്കർ ഇങ്ങനെ ഇത് കേട്ടിരിക്കുന്നതും ഞാൻ നോക്കുമ്പോ തന്നെ ഞാൻ എനിക്ക് വയ്യ, മമ്മൂക്കേനെ നോക്കിയിരിക്കുന്ന പോലെ തന്നെ തോന്നും. എനിക്ക് പണിയില്ലാതാവും. അങ്ങനെ തോന്നുന്നുണ്ടോ അഷ്കർ? കാരണം ഇതൊരു ക്ലീഷേ പറച്ചിലാണല്ലോ എല്ലാരും. കാരണം ദുൽഖറിനില്ല, മക്ബൂലിനില്ല, വേറെ മമ്മൂക്കയുടെ ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് തന്നെ പറയാം. അങ്ങനെ റിസംബ്ലൻസ് ഉണ്ടെന്നില്ല. ഒന്ന് പോയ അവിടുന്ന് നമ്മൾ കാണുമ്പോ ഇല്ല, ഒരിക്കലും തെറ്റല്ല. നമ്മളതിന് ശ്രമിക്കുന്നതല്ല. കാരണം നമ്മൾ കുഞ്ഞുനാളോട്ട് കണ്ടു വളർന്ന ഒരാളാണ്. പിന്നെ എന്റെ അമ്മാവനാണ്. ആ ജീനുണ്ടാവും. പറഞ്ഞ് മടുത്ത് ഞാൻ. എന്നാ നമുക്ക് അത് അറിയണ്ട, ക്ലീഷേ ചെയ്തായിട്ടല്ലേ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇനി എനിക്ക് ഇതില്ലാണ്ടാവോ? അങ്ങനെ ഇല്ലാണ്ടാവുന്നില്ല. നമുക്ക് വർക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടേഴ്സിന് വേണ്ടി മാറുന്നുള്ളൂ. അല്ലെ നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നടക്കാത്ത കാര്യം. ആരെ കൊണ്ടും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനോ അദ്ദേഹത്തെ പോലെ അഭിനയിക്കാനോ ഒന്നും നടക്കാത്ത കാര്യം. അത് വേറൊരു സംഭവമാണ്. അത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികളൊന്നും തൊടാൻ പോലും നമുക്ക് പറ്റത്തില്ല. അല്ല അദ്ദേഹത്തെ പോലെ അഭിനയിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ എന്താണ്, നമുക്ക് എന്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊരു കാര്യം എടുത്താലും നമുക്ക് അതിന് പ്ലസും മൈനസും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലേ? അപ്പൊ അതില്ലാത്ത ഒരു സംഭവം പോലും നമ്മുടെ ഈ ലോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മമ്മൂക്കയുടെ ചായ അങ്ങനെ തന്നെ ഉണ്ട് അഷ്കറിന്. മമ്മൂക്കയുടെ സൗന്ദര്യം, അതൊക്കെ ആ ഒരു ചായയും ആ ഹൈറ്റ്, ശബ്ദം, ഇതെല്ലാം അഷ്കറിന് ആ ഒരു ചായ നന്നായിട്ട് ഒരു റിസംബ്ലൻസ് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഇത് കാരണം എന്തെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ചായ വന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ചായ ഉള്ളതുകൊണ്ട് കഥാപാത്രം കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടമേ ഉള്ളൂ. കിട്ടിയിട്ടില്ലല്ലോന്നോ ചോദിച്ചിട്ട് തിരിഞ്ഞു അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ ആക്ഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചിലർ പറയില്ലേ സൗന്ദര്യമാണ് എന്റെ എനിക്ക് ശാപം എന്നൊക്കെ പറയുന്നത്. നമുക്ക് സൗന്ദര്യമൊന്നും രമ്യയുടെ അത്ര സൗന്ദര്യമൊന്നും എനിക്കില്ലേ. അയ്യോ, ഞാൻ ഫ്ലാറ്റായി. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. നമുക്ക് വർക്ക് വരുന്നു. എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് KV അബ്ദുൽ നാസർ സാറാണ്, പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന്റെ 4ാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഒരു പ്രൊഡ്യൂസർ നിൽക്കുന്നത് കൂടുതൽ. എന്നെ ഹീറോ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കഥാപാത്രങ്ങൾ അദ്ദേഹം തരുന്നു. അപ്പൊ എന്റെ കൂടെ അഭിനയിക്കുന്നവർക്കും കഥാപാത്രം കിട്ടും. എന്നെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കൂടെ ഒത്തിരി പേർക്ക് വർക്ക് കിട്ടല്ലേ. തീർച്ചയായിട്ടും ഒരു 100-120 പേർക്കൊരു ഒരു ജോലിയാണ്. അപ്പോൾ എന്നിൽ നിന്ന് അങ്ങനെ കിട്ടിയതിലും അദ്ദേഹം എന്നിൽ വെച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് പേരെന്റെ ചുറ്റും നിൽക്കുന്നവർക്കും ഒരു ജോലി കിട്ടുന്നു. അവരും അഭിനയിക്കാൻ നിൽക്കുന്നതും വലിയ സംഭവമാണ്. ഓക്കെ, അതെ. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ചായ റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പം നമ്മൾ അത് എന്താ പറയുക, എല്ലാവരും ഇപ്പം അഷ്കർ തന്നെ പറഞ്ഞു, എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നേ എന്നുള്ളത്. പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പം അഷ്കർ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറുകളായിക്കോട്ടെ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് അറിയുന്ന ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം
മമ്മൂക്ക ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം ശരിക്കും അഷ്കറിന് ആ ഉത്തരവാദിത്വം കുറേയും കൂടെ കൂടുതലല്ലേ? കാരണം ശരിക്കും കാരണം എന്തായാലും അഷ്കറിന് ആ ഒരു റിസപ്ലൻസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ കാണുന്നവർ ഇങ്ങനെ തോന്നുകയും ചെയ്യും എല്ലാവർക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ഓരോ ബോഡി ലാംഗ്വേജ് ഇരിക്കുമ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഇങ്ങനെ ഒരു കമ്പാരിസണോ എല്ലാം തോന്നിപ്പോകും. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അഷ്കറിന് ഈ ഛായ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണം നമുക്ക് വർക്ക് ലോഡ് കൂടുക, അല്ലെങ്കിൽ ആ ടെൻഷൻ കൂടുക, അതൊക്കെ ശരിക്കും നമ്മുടെ കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് പോകുള്ളൂ. ഒരിക്കലും അമ്മാവനെ അനുകരിക്കാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്റെ ശരീരം അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ അതങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടുവന്ന അദ്ദേഹത്തിന്റെ സിനിമകളാണ്. അതെ, കാരണം എന്റെ അമ്മ പറഞ്ഞത് നിന്റെ അമ്മാവനാണ്. നമുക്ക് അത്ഭുതമല്ലേ, എന്റെ അമ്മാവൻ സിനിമയിലും അപ്പൊ ഇൻസ്പെക്ടർ ബൽറാം, അവനാഴി, കുറെ അങ്ങനത്തെ സ്പോടനം, കുറെ സിനിമകൾ കണ്ട് 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 എത്രയോ സിനിമകൾ, എത്രയോ വെറൈറ്റി വാത്സല്യാണെങ്കിലും നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ കരയാണ് സിനിമകളുണ്ട്, ചിരിപ്പിക്കുന്ന സിനിമകളുണ്ട്, ത്രില്ലിയേക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആരാധകൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് ആണ്. കാരണം എന്റെ കുടുംബത്തിലുള്ളൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അദ്ദേഹമല്ല. പിന്നെ അത് എല്ലാ പിന്നെ സിനിമയിലേക്ക് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ ലാലേട്ടന് ഇഷ്ടമാണ്, സുരേഷ് ഗോപി സാറിന്, എല്ലാവരും ആരും ഇഷ്ടമാണ് നാച്ചുറലി. പക്ഷെ ഞാൻ അതെ, തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലത്തെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പുറത്തേക്ക്. പക്ഷെ എന്നാലും ഈ അഭിനയിക്കുമ്പോഴേ ആ ഒരു ഇപ്പം അഷ്കർ പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ ഒരു റിസ്ക്കും ആ ഒരു ടെൻഷനും കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന്. നമ്മൾ എത്രത്തോളം അത് മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. നമ്മുടെ കഥാപാത്രത്തിൽ ഒരുപാട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇതിൽ പി സുകുമാർ സാർ. ഞാൻ ഫസ്റ്റ് ടൈം പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് ഇപ്പൊ വരുന്ന കേസ് ഡയറിയിൽ. ഇപ്പോൾ ക്രിസ്റ്റി സാം എന്നാണ് പേര്. അപ്പൊ അയാളുടെ എന്തൊക്കെ ചേഞ്ചോ വരുത്താം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കുന്നത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പി സുകുമാർ സാറാണ്. കാരണം അദ്ദേഹമൊക്കെ ഇവരൊക്കെ വെച്ച് ഒരു മമ്മൂക്കാനെയും ലാലേട്ടനും സുരേഷ് ഗോപിനെയൊക്കെ വെച്ച് ഒരുപാട് പടം ചെയ്ത് ക്യാമറാമാന് സംവിധാനം ചെയ്താണ്, അഭിനേതാവാണ്. പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിലും എ കെ സന്തോഷ് ആണെങ്കിലും ഇതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആ കഥാപാത്രം ചെയ്യുക. അതിൽ വരുന്നു പോകുന്നു, അല്ലെ സൈഡ് വ്യൂവിൽ ഇങ്ങനെ ഉണ്ട്, അല്ലെ മൂക്കിങ്ങനെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറില്ല. വലിയൊരു ഭാരമാണ്. കാരണം ഭാരം എന്ന് വെച്ചാൽ മീൻസ് ഇത് റിസംബിൾസ് കൊണ്ടുകൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നന്നായില്ലെങ്കിൽ അദ്ദേഹത്തിന് മോശം പേര് വരരുത്. അത് വലിയൊരു ഭാരം. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെ അടുത്തും. അത് ദുൽഖറിന്റെ അടുത്തായിക്കോട്ടെ, മക്ബൂലിന്റെ അടുത്തായിക്കോട്ടെ, എല്ലാവരും മോശം പേര് വരുത്തരുത്. പണി അറിയാമെങ്കിൽ പോയാൽ മതി, വെറുതെ എന്നെ നാട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമാണ് നമ്മളൊക്കെ അഭിനയിക്കുക, നമ്മൾക്ക് വരിക. അദ്ദേഹത്തിന് സന്തോഷമല്ലേ നമ്മുടെ കുടുംബത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ ആൾക്കാർ വരുന്നു, അല്ലെ അവര് എസ്റ്റാബ്ലിഷ് ആവുന്നു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നമ്മൾ സിനിമ എല്ലാവരും ആ ഒരു ബ്രാൻഡിന് എന്ന് പറയുമ്പോഴത്തേ അത് വേറെ തന്നെയാണല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അദ്ദേഹത്തെ കാണുമ്പോൾ ഫസ്റ്റ് അമ്മാവനാണ്. പിന്നീട് പറഞ്ഞു ചെറുപ്പം മുതൽ അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫാൻ ബോയ് ആണ്. പക്ഷെ ഏറ്റക്കുറച്ചിൽ ശരിക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഫാൻ ബോയ് ആണോ അതോ അമ്മാവൻ എന്നുള്ള ആണോ? അല്ല, അമ്മാവൻ എന്നുള്ള വേറെ റെസ്പെക്ട്, കാര്യങ്ങൾ വേറെ സംസാരിക്കും. എന്റെ മുകളിൽ എപ്പോഴും ഒരു ഫാൻ ബോയ് സംഭവമാണ് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിലും ഇപ്പം മമ്മൂക്കയുടെ ഒരു ഓറ, അതൊക്കെ പറയാതിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാരണം. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ വളരെ സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിൽ പോലും അദ്ദേഹം അങ്ങ് നടന്നു വരുമ്പോൾ തരുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറയുണ്ട്. അത് എത്ര തവണ അഷ്കർ ഫീൽ ചെയ്തിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു രോമാഞ്ചം വരും. അത് ഒരു ദൈവത്തിന്റെ ഒരു ഇതാണ്. അത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കഴിവുകളും അല്ലെ അദ്ദേഹത്തിന്റെ പ്രസൻസും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും നന്മകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെയാ നമുക്ക് എന്നെ വിളിക്കുക? മാമജി. ഓക്കെ. പക്ഷെ ആ കാണുമ്പോ തന്നെ മാമജി എന്നുള്ള സാധനം മാമച്ചി എന്ന് വിളിക്കും. മാമച്ചി. എനിക്ക് ചില നേരത്തെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ടെൻഷനാണ്, കൂടുതൽ ഫോട്ടോ എടുക്കണേ പറയും. ചിലപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യാം, അത് എല്ലാവർക്കും ഉള്ള അതൊരു പറഞ്ഞ പോലെ ഒരു ഓറയാണ്. അതെങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രതിഭാസമല്ല. അപ്പൊ ആ ഒരു ഞങ്ങള് മമ്മൂക്കനെ കാണുന്ന പോലത്തെ തന്നെയാണ് കാണുന്നത് അല്ലേ? പിന്നെ എല്ലാരും പിന്നെ അമ്മയൊക്കെ പോയി സംസാരിക്കും, പിടിക്കും. അതൊക്കെ അവരുടെ കുട്ടിക്കാല പരിപാടി, അവരൊക്കെ കൂളായിട്ട് ബ്ലഡ് റിലേഷൻ അല്ലേ, അവരുടെ സ്വന്തം ബ്ലഡ് അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചു നേരം മമ്മൂക്കയിൽ നിന്ന് തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ, കാരണം പിന്നെ മമ്മൂക്ക പറയും എന്റെ ഇന്റർവ്യൂ കൊടുക്കാനാണ് വന്നേക്കുന്നത്. അതെ,
അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആ ഒരു ബ്രാൻഡ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അഷ്കറിന് ഇപ്പം ദുൽഖർ ആയിക്കോട്ടെ, നിങ്ങൾ 3 പേരും മക്കൾ തന്നെയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അവരുടെ അറിയില്ല, ഞാൻ അഷ്കറിന്റെ കാര്യം ചോദിക്കണേ, അത് അഷ്കറിന് ആ ഒരു പാത്ത് കുറച്ച് ഈസി ആയിരുന്നു എത്രയാന്ന് പറഞ്ഞാലും? എനിക്ക് ഈസി ഇല്ല. ഞാൻ പറഞ്ഞ തുടക്കം തുടങ്ങി ഞാൻ ചെയ്ത കുറെ ഫോട്ടോഷൂട്ട് രാജൻ പോൾ എന്ന് പറഞ്ഞ ഫോട്ടോ, എനിക്കറിയാം, ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സൂര്യ ടി വിയിൽ ഒരു സംഭവം വന്നിരുന്നു, അതിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതിന്റെ നാട്ടിലൊരു കാണാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സിനിമയിൽ ആൽബം, സീരിയൽ, സിനിമയിൽ സഹനടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇവർക്ക് അതിൽ ജയസൂര്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴിൽ ഞാൻ സൗക്കാർപ്പെട്ട എന്ന് പറഞ്ഞ വില്ലനായിട്ട് അങ്ങനെ ഓരോ ഘട്ടങ്ങൾ വന്നു. പക്ഷെ നമുക്കൊരു ഇത് സ്റ്റാൻഡ് വന്നത് ഇപ്പോഴാണ്. സ്റ്റാൻഡ് വന്നത് എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ്, അത് DNA എന്ന് പറഞ്ഞു. അതിലാണ് ഞാൻ എന്നെ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി. അതിൽ മാക്സിമം ഞാൻ പെർഫോം ചെയ്തു, എല്ലാവർക്കും നല്ല അപ്രീഷിയേഷൻ കിട്ടി. പക്ഷെ നമുക്ക് ആ ടൈമിൽ തിയേറ്ററിന്റെ ഒരു പ്രോബ്ലം കാരണം പടം ഒന്ന് പിൻവാങ്ങി. അതിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ മൂവി, അതിൽ വേറെ ക്യാരക്ടറാണ്, അതിൽ ഞാൻ കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ OTT അതാണ് പറഞ്ഞത്, നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി കിട്ടാത്തതിന്റെയും നമ്മളൊരു എസ്റ്റാബ്ലിഷ് ആയി വരുന്നതുകൊണ്ട് ഇതൊക്കെ ഒരു ഇപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് തന്നെയാണല്ലോ അഷ്കറിനെ സംബന്ധിച്ച്. സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് ഇപ്പോഴും നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ പെൺകുട്ടികൾ പലരും പറയാറുണ്ട്, അറ്റ് ദ സെയിം ടൈം ചില ആൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഷ്കറിനെ സംബന്ധിച്ച് എത്രയായാലും ആൾക്കാർ പറയുമ്പോൾ അയ്യോ അത് നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു അത് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടാണെങ്കിലും ആൾക്കാർ അയ്യോ അത് വേണ്ട, അവനോട് അത് ഒരു കളി വേണ്ട, അല്ലെങ്കിൽ ഇത് വേണ്ട, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ, ഇതൊന്നും അങ്ങനെ ഒരു മാറ്റിപ്പെടൽ, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്ലസ് പോയിന്റ് എന്നല്ല, ചിലർക്ക് നമ്മളോട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഭയം ഉണ്ടാവും. ഓക്കെ, മമ്മൂക്കയുടെ ഇവരൊക്കെ എങ്ങനെയോ വെറുതെ വേണ്ട നമ്മൾ പോയിട്ട് അല്ല, ഇവരൊക്കെ സിനിമയിൽ ഇവരൊക്കെ വരുമോ, ഇവർ വിളിച്ചാൽ സംസാരിക്കുമോ, നമ്മളിങ്ങനെ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ നല്ല നല്ല കഥാപാത്രങ്ങൾ, ഇപ്പം ഞാൻ പല ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്, കാരണം നമുക്ക് അഭിനയിക്കണം. പലരെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, അങ്ങനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് പറ്റിയ കഥാപാത്രങ്ങളും വേണം. അവർ എഴുതുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ. അല്ല, എനിക്ക് വേറെ അങ്ങനത്തെ ഞാൻ ഓഡിഷന് പോകാറില്ല. എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എല്ലാവരും പറയും എനിക്ക് ഓഡിഷന് പോയി നിന്ന് ചെയ്യാൻ എനിക്ക് മടിയല്ല, നാണോ എനിക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ. സിനിമയിൽ ഞാൻ എന്ത് കുരുത്തക്കേടും കാണിക്കും, ആക്ഷൻ ആണെങ്കിലും മറ്റുള്ളവരുടെ അഭിനയിക്കുന്നേ. അപ്പൊ അത്രയും പേരുണ്ട്. പക്ഷെ എനിക്ക് ഇത് 1-2 പേരായിട്ട് പറ്റൂല. ഓഡിഷൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കുറെ പേര് ഇരിക്കും, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിംബോ അഭിനയിച്ച് കാണിക്കും. സിനിമയിൽ ഡയലോഗ്സ് വന്നാൽ എന്താണെന്ന് അത് ഞാൻ ചെയ്യും. പക്ഷെ എല്ലാവരും ഓഡിഷന് പോകണം, അങ്ങനെ പോകണമെന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ പോയിട്ടില്ല. ഒരു പ്രാവശ്യം പോയപ്പോ ഞാൻ നിർത്തിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. സിനിമയിൽ എത്ര വേണം ഡയലോഗ്സ് ആക്ഷൻ തന്നോളൂ, എന്ത് വേണേലും തന്നോളൂ, ഞാൻ എന്തും ചെയ്യാം. എത്ര ലെങ്തി ഡയലോഗ്സും തരൂ, കടിച്ചപ്പെട്ടാത്ത ഡയലോഗ്സ് ആണെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ നോ ഓഡിഷൻ പരിപാടി. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ ഓൾറെഡി സിനിമയില് സ്ട്രഗ്ലിംഗ് ഫേസ് കഴിഞ്ഞ ആൾക്കാരും അവർക്കൊരു മടിയില്ല, അവർ പിന്നെയും സ്ട്രഗ്ലിംഗ് പീരിയഡ്. സിനിമ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് സ്ട്രഗിൾ. എന്ത് ലാലേട്ടനാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത്, അദ്ദേഹമാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും സുരേഷ് ഗോപി സാറാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും എല്ലാവരും, പൃഥ്വിരാജ് ആണെങ്കിലും എല്ലാവരും സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ തീരത്തില്ല. എല്ലാവരും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ സെറ്റിൽ ആയില്ല എന്ന് പറയണുണ്ട്. എവിടെ തീർന്നിട്ടുള്ള സ്ട്രഗ്ലിംഗ്, പിന്നെ സ്ട്രഗ്ലിംഗ് എന്തെങ്കിലും വരത്തില്ല. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ് എന്ന് പറയുന്നത് അത്രയും ഈസി അല്ല അല്ലേ? അത് എല്ലാവർക്കും അതെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ, എനിക്ക് തോന്നുന്നു നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് സാധനം എടുക്കാൻ കുറച്ചും കൂടി ഈസിയാ. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ നല്ല പേരോടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് പാട്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത് ആണ് അല്ലേ? പൃഥ്വി പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് നമുക്ക് ഈസി വെയിൽ കയറി വരാം, നിലനിന്ന് കൊണ്ടുപോകുന്ന ഒരു പരിപാടി. അത് ഭയങ്കര നമുക്ക് വേണേ കുറെ ആളുകൾ സിനിമയിൽ അഭിനയിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സംഭവം നമ്മൾ കഷ്ടപ്പെട്ട് നിലനിർത്തി നമ്മുടെ അത് അതിന്റെ ഉദാഹരണം മമ്മൂക്കായും ലാലേട്ടനും അല്ലെ സത്യം ഒരുപാട് നമുക്ക് കമലഹാസൻ അവർക്ക് ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് മതി സെറ്റിലായി പൈസ അവര് പക്ഷെ ഇതിനോടുള്ളൊരു സ്നേഹമുണ്ട്. സിനിമ കലാപരമായ കാര്യങ്ങൾ
അവരൊരു കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ ഇതില് ഇങ്ങനെയുള്ളൊരു ഈ ഒരു ഫാമിലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പം ഓഡിഷന് പോവാൻ മടിച്ചത് കൊണ്ടാ പോവാത്തേന്ന് പറഞ്ഞു അഷ്കർ. പക്ഷെ ഒരു ചമ്മൽ കാരണം. പക്ഷെ എപ്പോഴെങ്കിലും ഒരു റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഓഡിഷന് പോയാലും എനിക്ക് റിജക്ഷൻ അല്ലാതാണെ പോലും നമ്മളിപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ. ഒബ്വിയസ്ലി ഇപ്പൊ ഓഡിഷന് പോയില്ലെങ്കിലും ചാൻസസ് ചോദിക്കുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലായി, നമ്മുടെ കഥ നമുക്ക് പറ്റിയ കഥാപാത്രം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്തത്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത് എല്ലാവരും ഇപ്പോഴും മമ്മൂക്കാണേലും അല്ലാണ്ട് അവർക്ക് അടുത്തടുത്ത പടങ്ങൾ ചെയ്യണം ഒരു ഡയറക്ടേഴ്സിനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് തന്നെ പറയാം, എത്രയോ പുതുമുഖ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നു, എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നു മലയാളത്തിലേക്ക്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കംഫർട്ട് ഫീൽ ഉള്ളതുകൊണ്ടല്ല, അദ്ദേഹത്തിന് നിൽക്കണം. അതങ്ങനെയാണ്. അല്ല ഇപ്പം സാധാരണ ഇപ്പം നമ്മുടെ പ്രോഗ്രാം കണ്ടോട്ടെ, ഇപ്പൊ സാധാരണ ആൾക്കാരാണ് പറയും അവർക്കൊക്കെ സിനിമയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് എങ്ങനെയാ സിനിമയിലേക്ക് ഒരു എത്തിപ്പെടുക. ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട് സിനിമയിലെ ന്യൂ കമേഴ്സ് വരുന്നത് ഈസി വേ. കാരണം റീൽസ് ചെയ്ത് അവരുടെ ഡാൻസ് അല്ലെ അവർ പെർഫോമൻസ് കണ്ടിട്ട് എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വന്നു. റീൽസ് ചെയ്തതും കുറെ വ്ളോഗേഴ്സ് അല്ലെ വ്ളോഗ് ചെയ്യുന്ന കുട്ടികൾ ഇഷ്ടം പോലെ അവർക്കാണ് ഇപ്പൊ അവസരങ്ങൾ. എനിക്ക് ഈ വ്ളോഗ് ചെയ്യാൻ നമുക്ക് അറിയില്ല ബാല. അതുകൊണ്ട് അപ്പൊ അവരുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാം. എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവർക്ക് എന്ത് എളുപ്പമാണ്, ഇവർക്കൊക്കെ കണ്ട നമുക്ക് ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ ചാൻസ് കിട്ടും എന്നാണ് പൊതുവെ ആൾക്കാരുടെ വിചാരം. അതാണ് ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. കേട്ടോ പറഞ്ഞത്, അദ്ദേഹമാണ് ഇപ്പൊ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇറ്റ്സ് മോർ ഈസി. കാരണം അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ എന്റെ ഒരു ചാൻസ് കൊടുക്കണം, അല്ലെ എന്റെ അനിയന്റെ ഒരു ചാൻസ് കൊടുക്കണം, എന്റെ അനിയന്റെ മോന് ചാൻസ് കൊടുക്കണം. ഇല്ല, അദ്ദേഹം ഇടപെടണ്ടാവില്ല. അവനവന് ഇഷ്ടമാണ്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരിക. അത്രേ ഉള്ളൂ. നമുക്കത് പിടിച്ചു നിൽക്കുക, സ്ട്രഗിൾ ചെയ്യുക, പോവാന്നുള്ള. അദ്ദേഹമൊക്കെ എത്ര വർഷമായി, അല്ലെ ലാലേട്ടൻ എത്ര വർഷമായി, എന്നാലും അവരും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തോണ്ട്. അതെ, തീർച്ചയായിട്ടും. അതാണ് അവരുടെ. അങ്ങനെ വന്നാലേ നമുക്ക് ഈസി വേയിൽ ഒന്നും നടക്കുന്നത്. ഈസി വേയിൽ ഒരു പരിപാടി നടക്കില്ല. സത്യമാണത്. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെച്ച് ആ പ്രേക്ഷകരെ കയ്യിലെടുക്കണം. പ്രേക്ഷകർക്ക് നമ്മൾ ഇഷ്ടപ്പെടണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇഷ്ടപ്പെടണം, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഇഷ്ടപ്പെടണം, അതിൽ എന്താണോ എലമെന്റ് ഉള്ളത് അവർക്ക് അത് ഇഷ്ടപ്പെടണം. അതിനു വേണ്ടി സ്ട്രഗിളിങ് ഇപ്പോഴും നടക്കും. ഫുൾ സ്ട്രഗിളിംഗ് ആണ്. രമ്യജിയാണ് സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കല്ലേ ഓരോ ചാനലുകൾ ഇന്റർവ്യൂ. നമ്മള് കട്ടപ്പന വെച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഇതാണ് മനുഷ്യ. നമ്മുടെ സിനിമയിൽ മാത്രമല്ല, എല്ലാ ബിസിനസിനും മേഖലയിലാണ് ഇത് കുട്ടികൾ. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ UKG LKG UKG പരിപാടി തുടങ്ങുന്ന പ്ലേ സ്കൂളിൽ തൊട്ട് അവർ സ്ട്രഗിൾ ചെയ്യുമല്ലേ, പഠിച്ച് അടുത്ത് സ്ട്രഗിളിംഗ് ആണ്. അതിന് നമുക്ക് ഇടയ്ക്ക് സന്തോഷങ്ങൾ വരും. അപ്പോൾ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക, ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കുക, കരയേണ്ട സമയത്ത് കരഞ്ഞ് പൊട്ടിക്കുക. ഇമോഷൻസ് ഉള്ളതാണ്. ഞാൻ അമ്മമോനാണെന്നോ അമ്മക്കുട്ടിയാണ്. ഭയങ്കര പ്രശ്നമാണ്. അതിന് ഭയങ്കര ഇമോഷൻസ്. ഞാൻ പറഞ്ഞ മമ്മൂക്കയുടെ സിനിമ ഞാനിത് പൊട്ടിക്കരയും. മമ്മൂക്കയുടെ മാത്രമല്ല, ഏത് സെന്റിമെന്റ് സീൻ വന്നാലും ഞാനിത് കരയേണ്ടത് കാര്യം, ചിരിക്കേണ്ടത് അപ്പൊ ഇമോഷൻസ് എക്സ്ട്രീം അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വേണം. അല്ലാതെ നമ്മള് ചിരിക്കാൻ മുട്ടിട്ട് ബലം പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. കരയാൻ വരുമ്പോ മിങ്ങി പൊട്ടി കഴിഞ്ഞിട്ട് കരയുമ്പോ നന്നായിട്ട് കരയോ അതോ ചില്ലറ സംഭവം. ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച മമ്മൂക്കയുടെ ഒരു മൂവി ഏതാ? അത് കുറെ മൂവി ഉണ്ടല്ലോ. രാജമാണിക്യത്തിലൊരു സീക്വൻസിൽ സെന്റ് ചെയ്യാവുന്ന ഇമോഷൻ അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സാധനം ഉണ്ടല്ലോ മനുഷ്യനെ കരയിപ്പിച്ചു കൊല്ലാൻ വേണ്ടി നേരിട്ട് പറയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ പടം കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറെ സിനിമകളുണ്ട്. നമുക്ക് എല്ലാ പേരുകളും എടുത്ത് പറയാം. എനിക്ക് മനസ്സിലായി, ഒരുപാടുണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പേര് ചിലപ്പോൾ ദിലീപേട്ടൻ്റെ പടം കണ്ടിട്ട് കരയുന്ന സീക്വൻസ്, നീ വരുവോളൂ, ഇതൊക്കെയോ സിനിമകൾ. അതേ സെന്റിമെന്റ്സും ചെയ്യും, കോമഡി ചെയ്യാൻ. കാരണം രാജുവിന്റെ സെന്റിമെന്റ്സ് എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. കാരണം അവര് എങ്ങനെ പെർഫോം ചെയ്യാം, എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ സിനിമയിൽ നിൽക്കണമെങ്കിൽ എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നു. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളും നല്ല ആക്ടേഴ്സുണ്ട്, നല്ല ആക്ടേഴ്സുണ്ട്, ഇഷ്ടംപോലെ നായികമാർ, നല്ല നല്ല പുതുമുഖങ്ങളാണേലും കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഒരുപാട് പേരില്ലേ. പിന്നെ നമ്മുടെ സിനിമയിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാസ്റ്റിംഗ് കോച്ചിന്റെ പരിപാടി. കാസ്റ്റിംഗ് കോച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. നമ്മുടെ ചിലര് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഫീൽ, കാരണം നമ്മുടെ ഇപ്പോൾ സിനിമയിലാണ്, ഇപ്പൊ എന്റെ സിനിമയിൽ ഇപ്പോൾ 2 പടത്തിൽ ഒരു നായിക തന്നെ സാക്ഷി അർവാൾ. അപ്പൊ അവർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ആക്ഷൻ മൂവ്മെന്റ്സ്. ഈ പടത്തിൽ സാക്ഷി അർവാൾ ആക്ഷൻ ചെയ്യുന്നു. അപ്പൊ എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഹീറോ ആണ്, ആക്ഷൻ കൂടെ.
പക്ഷെ നമുക്കെല്ലാം തുല്യതാണ്. ഒരു നമ്മുടെ നായികമാരല്ലേ, നമ്മുടെ നായികമാരായിട്ട് വരുന്നാലും നമ്മുടെ പെൺകുട്ടികൾ അഭിനയിക്കുന്ന അവർക്കും തുല്യമായ ക്യാരക്ടറാണ് നമ്മുടെ സിനിമകളിലുള്ളത്. ഞാൻ അഭിനയിച്ച സിനിമകളിൽ എല്ലാവരും തുല്യരായിട്ട് കാണുന്നു. അല്ല പെൺകുട്ടികൾ വന്നു അവരെ ഇങ്ങനെ മാറ്റി നിർത്തി, അല്ല അവർക്ക് ഇത് കൊടുത്തില്ല, അവരെ വേറെ രീതി കണ്ടു, ഹീറോ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ സഹനടൻ ഇങ്ങനെ, അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവർക്കും തുല്യത, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാവർക്കും. ഓക്കെ, ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത മമ്മച്ചിയാണെങ്കിൽ പോലും ഈ പറഞ്ഞല്ലോ ഒരു ബഹുമാനം കൊണ്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ന് ദുൽഖറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദുൽഖർ നിങ്ങളൊക്കെ സമപ്രായക്കാരാണ്, നിങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന കുട്ടികളാണ്. എങ്ങനെയാ ദുൽഖറിനെ വിളിക്കണ എങ്ങനെയാ? ഞാൻ ചാലു. ഓക്കെ, നിങ്ങൾ തമ്മിൽ അടി ഇടി പിടി അങ്ങനെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്ത്, നമ്മളോടൊക്കെ ഭയങ്കര കാര്യമാണ്. നമ്മളെപ്പോഴും വിളിച്ച് അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് പോകുന്നു, ഞാൻ എന്റെ ജോലിയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മളൊരാളെ വിളിച്ചിട്ട് ഡെയിലി വിളിച്ചിട്ട് സുഖമാണോ, എന്തെടുക്കുന്നു, ഏത് പടം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫംഗ്ഷനിൽ കാണുമ്പോൾ കാണും, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ട് സംസാരിക്കും. ഞങ്ങള് കുട്ടിക്കാലത്ത് നല്ല കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ചേർന്ന് ഒപ്പിച്ച ഒരു കുരുത്തക്കേട് പറഞ്ഞേ, കൊച്ചിലെ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോ നിങ്ങൾ ചെയ്ത്. ഞങ്ങള് അവിടെ കുളം ഉണ്ടായിരുന്നു, അവിടെ നീന്താനൊക്കെ പോകും. എവിടെയാ കുളം? ചെമ്പില്. അപ്പൊ ആ വീട്ടിൽ അറിയത്തില്ല. ഷാലു ഒക്കെ ചെന്നൈയിലാണ്. ഷാലു ചെന്നൈയിലാണ്. നേരത്തെ നമുക്ക് ചെന്നൈയിലായിരുന്നല്ലോ. വെള്ളത്തിലൊക്കെ ഇറക്കുക, ഞാനാണ് ഇതിന്റെ നേതാവ്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. ഓഹോ, നിങ്ങളാണ് കുരുത്തക്കേടിന്റെ ആശാൻ. ഇവരൊക്കെ ഞങ്ങള് നീന്താനൊക്കെ പോകും. എന്നിട്ട് അറിയാത്ത പോലെ നീന്തൽ അറിയായിരുന്നു അപ്പൊ ഒക്കെ? അറിയും. നീന്തുവാണ്, അങ്ങനെ നീന്തുവാണ്, നീന്തിക്കൊണ്ടിരിക്കും. നീന്തലാണോ എന്താണെന്ന് അറിയില്ല, കൈയടിക്കും കാലടിക്കും. അതൊക്കെ എങ്ങനെ രക്ഷപ്പെടണമല്ലോ, നമുക്ക് മുങ്ങിപ്പോരുത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫൈറ്റ്, ഞങ്ങൾ ആക്ഷൻസ് കഴിഞ്ഞ് അഭിനയിച്ച് കാണിക്കാറുണ്ട് കുഞ്ഞുനാളില്. അപ്പൊ എന്നോട് ഒരു തവണ ചെന്നൈ വെച്ച് ചാലു പറഞ്ഞ അഭിനയിക്കും, ഇത് വാപ്പിച്ചിനെ പോലെയാണല്ലോ അഭിനയിക്കണം, അങ്ങനെയൊന്നും ചെയ്യാതെ, എനിക്ക് അപ്പോഴും അതേ വരുള്ളൂ. അങ്ങനെയൊക്കെ കുറെ നല്ല 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 സംഭവങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ വർത്താനം പറയും, ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് ഈ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് നിങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഞാൻ ഇപ്പോഴും അടി കിട്ടിയത് വഴക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാന് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ എല്ലാവരും ചെറുപ്പത്തിലത്തെ തമാശകളല്ലേ. പിന്നെ വേറൊന്നുമില്ല, ചെന്നൈയിലെ അടയാറില് മാംസിന്റെ വീട്ടിൽ പോയിരുന്നു ഞങ്ങള് ഫാമിലിയൊക്കെ. അപ്പൊ ഞാനും ചാലും അവിടെ വലിയൊരു വീടാ, അതിന്റെ ഓടിന്റെ മേളിൽ കയറി. എന്തിനാണ് കയറിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഭയങ്കര വലിയ കുറെ ഓടൊക്കെ പൊട്ടിച്ച്, എനിക്ക് നമുക്ക് ഓടെന്ന് പറയുമ്പോൾ അതിൽ സെന്ററിൽ ചവിട്ടണം, ഇത് നടുക്ക് ചവിട്ടി പൊട്ടിച്ച് മേളിൽ കയറി ലാസ്റ്റ് ഇറങ്ങി വന്ന മാവി. പുള്ളി എങ്ങനെ അറിഞ്ഞെന്ന് അറിയത്തില്ല. എന്റെ ഓടൊക്കെ പൊട്ടിച്ചിട്ട് എനിക്കല്ലേ നമുക്ക് പേടിയാണ്, പെട്ടുപോയി. അതിന്റെ മേളിൽ കിട്ടി ഇറങ്ങാൻ പേടിയായിട്ടിരിക്കുക. കാരണം ഒരു ഏണിയൊക്കെ ഭയങ്കര പുള്ളി ഇറങ്ങി കയറി എങ്ങനെ ഇറങ്ങുന്നു, അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. അതൊക്കെ സന്തോഷമുള്ളൂ നമുക്കിപ്പോ ഓർക്കുമ്പോ. അതെ, ചെറുപ്പനാളുകളിൽ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതൊക്കെ ഇപ്പോഴിരുന്ന് ആലോചിക്കുമ്പോ ചിരിക്കും. മരങ്ങള്, അതിനൊക്കെ ആയിരുന്നു മരംകയറ്റം, പുഴയിൽ നീന്തും. ചാലു ചോദിച്ചിട്ടുണ്ടാവില്ലേ, എടാ നിനക്ക് എങ്ങനെ, എനിക്കേ അച്ഛന്റെ ചായ അല്ല, നിനക്ക് എങ്ങനെയാ? അങ്ങനെ ഒരു സംസാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ചാലു പറഞ്ഞില്ല വല്ല വാപ്പിച്ചനെ, ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ ഇൻസിഡന്റ് ഉള്ളൂ. വാപ്പിച്ചനെ പോലെ അതിനോട് ചുമ്മാ അഭിനയിച്ച് എന്താ പറഞ്ഞ ഞങ്ങള് ചുമ്മാ കളിക്കൊണ്ടിരിക്കും. അല്ല വേറെ അങ്ങനെ വാപ്പിച്ചിട്ട് പോലെ ഇരിക്കുന്നു, അങ്ങനെ അറിയാതിരിക്കും സ്വാഭാവികം. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, അങ്ങനെ. ഓക്കേ, ഇനി അഷ്കർ സൗദാൻ എന്ന് പറഞ്ഞതില് നമ്മള് സൗദാൻ എന്ന് പറഞ്ഞ പേര് ഞാൻ കേട്ടിരിക്കുന്നത് കൽപ്പനേച്ചിയായിട്ട് അതിട്ട് തന്ന പേരാണെന്നൊരു ഇത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയില്ല. എന്താ ശരിക്കും അഷ്കർ, ശരിക്കും കൽപ്പനേച്ചിയാണോ അങ്ങനെ ഒരു പേരിട്ട്? കൽപ്പനേച്ചിയാണ്. കൽപ്പനേച്ചിയും എന്നെ പോലെ ഒരു അമ്മ മോളാണ്. എല്ലാവരും അമ്മ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം ഞാനിങ്ങനെ ചേച്ചി മറ്റേ ഇതൊക്കെ ന്യൂമറോളജിയൊക്കെ നോക്കുന്നതാണ്. ഞാൻ ചേച്ചിയുടെയൊക്കെ എല്ലാവരുമായിട്ടും അവരുമായിട്ട് ഫാമിലിയായിട്ട് ബന്ധമുള്ളതാണ്. ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാമിലിയാണ്. കലാരൻ ചേച്ചിയാണെങ്കിലും ഉർവശി ചേച്ചിയാണെങ്കിലും കൽപ്പന ചേച്ചി. ഇപ്പൊ കൽപ്പന ചേച്ചി കുറെ ഹ്യൂമറൊക്കെ പറഞ്ഞ് പുള്ളി അടിച്ചൊക്കെ പോണ പുള്ളി എപ്പോഴും അങ്ങനെയൊക്കെയാണ് അവർ. ഇപ്പം ഞാൻ പറഞ്ഞ ചേച്ചി എനിക്കൊരു പേരൊന്ന് റെഡിയാക്കണം. എൻ്റെ അഷ്കർ മുബാറക്ക് എന്നാണ്. അഷ്കർ മുബാറക്ക് എന്ന് പറഞ്ഞ് സിനിമയിൽ ക്യാച്ച് ആവോചിച്ചൊന്ന് പറയാം. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു പണി ചെയ്യാം, അഷ്കർ അമ്മയുടെ ഒരു സൗദ, അഷ്കർ സൗദ, ഇനി ഇതിനോട് ഇന്നും കൂടി ചേർക്കാം, അഷ്കർ സൗദാൻ. ഒരിക്കലും ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബാലൻസ്, മറ്റൊരാളുടെ പേരിന്റെ ബാക്കിൽ അമ്മയുടെ പേര് വന്നിട്ടില്ല. നീ ഈ പേര് വെച്ച് അറിയപ്പെടും. അങ്ങനെയാണ് കച്ചേച്ചിയായിട്ട് വന്ന പേര്. പലരും പേര് മാറ്റാൻ പറഞ്ഞു ഞാൻ.
ഞാൻ മാറ്റില്ല. ഓക്കെ, ഒഫീഷ്യലി മറ്റേ പേര് തന്നെയാണ്. ഒഫീഷ്യൽ സിനിമയിലാണ് ലഷ്കർ സൗദ എന്ന്. അമ്മയുടെ പേരാണ് സൗദ. അപ്പൊ അച്ഛൻ ചോദിച്ചോ? അച്ഛൻ അങ്ങനെ പിണക്കൊന്നുമില്ല. അച്ഛനറിയാം ഞാൻ അമ്മയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ, അവൻ എന്റെ പേരിട്ടു. അമ്മയ്ക്ക് അറിയാം അത് ഫാദറിനെ അങ്ങനെ പിണക്കൊന്നും. ഫാദറിനെ അറിയാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മേനെയാണ് വിളിച്ച് ഞാൻ സംസാരിക്കുന്നത്. അമ്മ വഴിയാണ് അച്ഛൻ്റെ റൂട്ട് പോകുള്ളൂ. ഞാൻ സ്ട്രൈറ്റ് ഞാൻ പേടിയുള്ള പറഞ്ഞാൽ നമ്മള് കുഞ്ഞുനാളോട്ട് പേടിപ്പിച്ചു കൊടുത്ത അമ്മാവൻ ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു ബഹുമാനം പേടി എപ്പോഴും അമ്മമാരോടുണ്ട്. അറിയാം, അന്നത്തെ ജനറേഷൻ അങ്ങനെയാണല്ലോ. ഇപ്പോഴല്ലേ അച്ഛന്മാരും ഫ്രണ്ട്ലി എന്നുള്ള ഒരു ഇത് പറയാം. നേരത്തെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ട് അമ്മക്കുട്ടിയായിട്ട് അങ്ങനെ തന്നെ അമ്മയുടെ പേര് അമ്മേനെ വിളിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അമ്മ വിളിക്കും, എന്താ എവിടെയാണ്, പടമൊന്നും ഇല്ലേ, നമ്മൾ ഇപ്പോഴും പടം റിലീസാകാൻ നിൽക്കണം, അടുത്ത പടം എത്രയും പെട്ടെന്ന് റെഡിയാക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോയി ദുബായിക്ക് പോകുന്നൊക്കെ വഴക്കാൻ. ആണോ? വീട്ടിലെ ഇപ്പൊ പറഞ്ഞ ടോൺ കട്ടുക ചന്തുവിനകത്തെ ഡയലോഗ് ചെറുപ്പത്തിലൊക്കെ എല്ലാ കുട്ടികളും പറഞ്ഞു പോകുന്ന ഡയലോഗൊക്കെയാണ്. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല മക്കളെ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? നിങ്ങൾക്ക് മാറ്റിന്ന് മാറ്റണല്ലോ, കുട്ടിയുടെ മടി മാറ്റണല്ലോ. ഞാൻ മമ്മൂക്കാനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോ പിന്നെ അതിലേക്ക് കിടക്കണം. അല്ല, ഇപ്പൊ ആ ഡയലോഗ് ആ ടോൺ വന്നപ്പോഴേ വീണ്ടും അത് തന്നെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറെ ഡബിങ് ചെയ്തിട്ടുണ്ട് കുറെ മൂവിക്ക്. എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ജോളി ഷിബു എന്ന് പറഞ്ഞു ചെന്നൈയിലായിരുന്നു കൊറോണ ടൈമിൽ പട്ടിണി കിടക്കുക. അപ്പോൾ അവരാണ് ഒരു വഴി ഒരുക്കുന്നത് ഡബിങ് പരിപാടി. ഞാൻ അതിൽ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജയ് ഭീമില് പ്രകാശ് രാജ് സാറിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളം തമിഴ് മൂവി ജയ് ഭീം സൂര്യൻ. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് പല വേരിയേഷൻ കിട്ടും, പല എക്സ്പ്രഷൻ കിട്ടും. അദ്ദേഹത്തിന്റെ ആ സാധനം ചേഞ്ച് ചെയ്തു. പിന്നെ ലേറ്റസ്റ്റ് ചെയ്ത് ഞാനിപ്പോ റിട്രോ, നമ്മുടെ സൂര്യൻ റിട്രോയിൽ ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ അതിനു മുമ്പ് ചെയ്തത് മാമന്നനിൽ ഫഹദ് ഫാസിൽ ഞാൻ ഡബ് ചെയ്തു. ഫഹദിന്റെ മീറ്റർ പിടിക്കാൻ ഭയങ്കര പാടാണ്. ചില്ലറ സംഭവം അല്ലല്ലോ. പുള്ളി തമിഴിലാണെങ്കിൽ വേറെ ലെവലിൽ. ഇപ്പൊ അപ്പൊ അതിൽ പിടിച്ച് ഞാൻ തലങ്ങും വിലങ്ങും തലകുത്തി പറഞ്ഞ് ഡബ് ചെയ്ത്. കാരണം ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഡബിങ് പരിപാടി. കാരണം അതെനിക്ക് സിനിമയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സൗണ്ട് കൊണ്ട് ദൈവം അങ്ങനെ ഒരു ഉപകാരം തോന്നി. അപ്പൊ ഇങ്ങനെ പല പല ആക്ടേഴ്സിനാണല്ലോ ഇപ്പൊ ഡബ് ചെയ്തു എന്ന് പറയുന്നത്. ശരിക്കും ചില ആൾക്കാർ പണ്ടൊക്കെ ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് അവരുടെ കുറേ കഥാപാത്രങ്ങൾക്ക് തന്നെ ചെയ്തിട്ടുണ്ടാവും. ആ സെയിം സമയം മറ്റുള്ളവർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ അഷ്കറിനെ സംബന്ധിച്ചിപ്പം ഫഹദ് അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് തന്നെയായിരുന്നു. അതിന്റെ വേറൊരു റൂട്ടും വേറൊരു സൗണ്ടുമാണ്. എന്റെ സൗണ്ട് ഒരിക്കലും മാച്ചായിരുന്നു. അതെ, പിന്നെ ആ ഒരു റൂട്ട് പിടിച്ച് ചെയ്തു. ഓക്കെ, പക്ഷെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ഇപ്പം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രകാശ് രാജിന് പോകുമ്പോഴും ഇതേപോലെ വരരുത്. അപ്പൊ അതും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരുപാട് ചാലഞ്ച്. കാരണം നമ്മൾ ആ ക്യാരക്ടർ അനുസരിച്ച് നമ്മുടെ സൗണ്ട് അങ്ങ് പോവാണ്. അവരെന്താണ് ഇമോഷൻസ് അത് കറക്റ്റ് ആയിട്ട് ആ ടൈം ഇട്ടിട്ട് പിടിക്കുക. ടോൺ ചേഞ്ച് ചെയ്തോ? അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. പ്രകാശ് രാജ് സാറിന്റെ ഒരു ടോണിൽ ഞാൻ പിടിച്ചിരുന്നോ? അത് കണ്ടാൽ അറിയാം. മലയാളത്തിലുണ്ട് ജൈവി. ഞാൻ അതിന്റെ തമിഴ് വേർഷനാ കണ്ടത്. അതാ മലയാളത്തിൽ ഞാൻ ചെയ്തത്. കുറെ സിനിമകൾ കന്നഡ വേർഷൻ ചെയ്തു, തെലുങ്കിന്റെ ഇതിൽ ചെയ്തു. ഒരുപാട് സിനിമകൾ, ഇപ്പം കുറെ സിനിമകൾ ഒരുപാട്. ഏത് സിനിമയിൽ അഭിനയിക്കാൻ പോയാലും ഏത് സെറ്റിലാണെങ്കിലും ഒരു ദിവസം നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഞാൻ മാമിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണല്ലോ. മാമിച്ചൊക്കെ ടീംസ് ഉണ്ട്, നല്ല ബിരിയാണി ലൊക്കേഷൻ അവർ റെഡിയാക്കി. ഓ, അങ്ങനെയാണ് ഞാൻ കേട്ടോ. എനിക്ക് അത് മാമിച്ചിന്റെ അങ്ങനെയായിരിക്കും. വീട്ടില് അമ്മായി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഭക്ഷണം പലർക്കും കഴിക്കാൻ അദ്ദേഹം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ വിളമ്പി തന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് ഇല്ല. കുട്ടികൾ വിളമ്പി തന്നിട്ടില്ലെന്നാണ്. നമ്മളിപ്പോ ഫാമിലി ഫംഗ്ഷനുകൾ എന്തെങ്കിലും അത് കഴിക്കുന്നു പറയാം. പിന്നെ ലൊക്കേഷനിൽ എല്ലാവരും ഒരു എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അവർ തസ്കരീവിൽ അങ്ങനെയാണ്. തസ്കരീവിൽ അഭിനയിച്ചോ അദ്ദേഹം അവിടെ കോയമ്പത്തൂർ ഒരു ഫേമസ് ബിരിയാണിയാണ്, വാഴയിൽ കിട്ടുന്ന അതിന്റെ പേര് എന്തോ ഒരു ബിരിയാണി, ഞാൻ ഓർക്കണില്ല. അവിടെ പുള്ളി അദ്ദേഹം ബിരിയാണി വരുത്തിച്ച് എല്ലാവർക്കും ബിരിയാണി കൊടുത്തു. എനിക്ക് 2 പൊതി എക്സ്ട്രാ തന്നു, ഒരു പൊതി എക്സ്ട്രാ തന്നു. താങ്ക് യു, നിനക്കൊന്ന് ജാസ്തി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബിരിയാണി എല്ലാവർക്കും ഒരു ബിരിയാണി. നമ്മൾ എന്താ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളും അങ്ങനെയൊന്നും നിങ്ങളുടെ അത് ഓരോ വീട്ടിലെ രീതിയുടെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം മാറിയല്ലോ. ഇപ്പൊ കാറ്ററിംഗും അത് നമ്മുടെ ബൊഫേ പരിപാടി നമ്മൾ തനിച്ചെടുക്കുക. പണ്ടൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും കല്യാണത്തിനാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ബക്കറ്റ് എടുത്ത് എല്ലാവരും ഓരോരോ കഴിച്ചവര് സ്വന്തക്കാർ കഴിച്ചവര് പിന്നെ വിളമ്പി കൊടുക്കും. അതെ, അടുത്ത ആൾക്കാർക്ക് രണ്ടാമത് പിന്നെ ഇരുന്ന് വിളമ്പി കൊടുക്കുക. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ മാറി. പക്ഷെ മാറി ലൊക്കേഷനൊക്കെ പലർക്കും വിളമ്പി കൊടുക്കുന്നതും അല്ലെ, പല ചാരിറ്റിയിലൊക്കെ കുറെ അമ്മമാർക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോഴും അത്ര എല്ലാവരും ഉണ്ടായപ്പോഴും അദ്ദേഹം അത് കഴിക്കുക അത് കഴിച്ചു നോക്കുക. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഹെൽത്ത്? ഹാപ്പി ആയിരിക്കുന്നു. ബെറ്റർ ആയോ? ബെറ്റർ ആയിരിക്കും.
പുള്ളി ഹാപ്പിയാണ്. എന്താണ് സസ്പെൻസ് എന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും പുള്ളി ഓൾറെഡി ഇപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു സെപ്റ്റംബർ 7 പിറന്നാളാണ്. ഒരു വരൂ എന്നാണ് വിശ്വസിക്കുന്നത്. ആരോഗ്യപരമായിട്ട് വരാം. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ഇപ്പൊ അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കുന്നു. വന്നു കഴിഞ്ഞാൽ അതിലപ്പുറമായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ മേലെ ഇപ്പൊ ഒന്ന് ഇത് ചെയ്തിട്ട് ഫുൾ എനർജി ഗെയിൻ ചെയ്തോണ്ട് ഇനി ഒരു വരവ് മാസ് വരവെന്നല്ലോ അല്ലേ. വേറൊന്ന് ചോദിക്കട്ടെ, അഷ്കറിന് ഇപ്പം എന്താ പറയാ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നമ്മുടെ കഴിവിലുള്ള നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, നമുക്കുള്ളൊരു കോൺഫിഡൻസ്. എന്നാൽ ചില ആൾക്കാർ ഈ കോൺഫിഡൻസിനെ ഓവർ സ്മാർട്ട്നെസ് ഉള്ള രീതിയിലും ചിലപ്പോൾ കാണും. ചില ആൾക്കാരുടെ കോൺഫിഡൻസ് കാരണമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പം അവനെന്ത് സ്മാർട്ട്, അവൻ ഓവർ സ്മാർട്ട്, അവൻ അതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചില ആൾക്കാർ അതിനെ മറ്റുള്ള വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയുള്ള എപ്പോഴെങ്കിലും അഷ്കറിന് അങ്ങനത്തെ ഒരു അനുഭവമോ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ആണ് മനുഷ്യരല്ലേ നമ്മുടെ പ്രപഞ്ചം അങ്ങനെയാണ് പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം ഇപ്പൊ ഞാൻ കഴിക്കുന്ന ആഹാരം പലരും പറയും ഇത് എന്ത് സാധനം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാം ചെയ്യുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ആരും ഇത് ചെയ്യുന്നോ ഭയങ്കര സംഭവം നല്ലതായിട്ട് ഇത് ഓവർ ഇതാണ്, അങ്ങനെ രണ്ട് തരത്തിലുണ്ടല്ലോ. അതിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ പല കമന്റ്സും ഞാൻ കാണാറുണ്ട്, പലരും ഞാൻ ആസ്വദിക്കാറുണ്ട്. നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം, അല്ലാതെ അങ്ങനെ ഒരു നേരിട്ടൊരു അനുഭവം മനുഷ്യൻ വിചാരിച്ചിട്ട് അതാ പറഞ്ഞ മനുഷ്യര് പല തരത്തിലുള്ള മനുഷ്യരാണ്. നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ പോയി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ലോകം അങ്ങനെയാണ്, മനുഷ്യനങ്ങനെയാണ്. മനുഷ്യനെ മാറ്റിയത് മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. എല്ലാവരും നല്ലവരായിരിക്കണം, എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം. ചില ജീവിതത്തെ ആൾക്കാർ കുറെ കഴിയുമ്പോൾ നല്ലവരാകുന്നത് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചു വരുമ്പോൾ മനുഷ്യന് മനസ്സിലാവും. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുക, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അല്ല ഞാൻ ഭയങ്കര സൂപ്പർ സ്റ്റാർ അല്ലേ, ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇവിടെ എല്ലാവരോടും നടന്നു ഓട്ടോഗ്രാഫും കൊടുത്ത് ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയല്ലല്ലോ. എല്ലാവരും നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിച്ച് നിലനിൽക്കണം നമ്മൾ പറഞ്ഞ പോലെ. അതിൽ തെറ്റുകുറ്റങ്ങൾ വരും, ആരും പൂർണ്ണതയുള്ള ആൾക്കാരല്ല. എല്ലാരും നമ്മുടെ തെറ്റുകളിൽ നിന്നാണ് എല്ലാവരും കൂടുതലും പഠിക്കുന്നത്. അതെ, പിന്നെ നമ്മൾ റിക്കവർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എത്ര നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോസ് വരും, അതിൽ നിന്ന് കയറി പിന്നെ ലോസ് വരും, പിന്നെ അതിൽ നിന്ന് കയറും. ഇത് തന്നെ എല്ലായിടത്തും നടക്കുന്നത്. ഏറ്റക്കുറച്ചിലുള്ള അഷ്കറിന്റെ ചെറുപ്പം മുതൽ ആഗ്രഹവും ഇപ്പോഴും ആഗ്രഹിക്കുന്നതും നല്ലൊരു നടൻ എന്ന് മറ്റുള്ളവരുടെ നിന്നൊരു അംഗീകാരം കിട്ടുക, അങ്ങനെ അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ്. ഉമ്മച്ചിക്കുള്ള വറി പോലെ തന്നെ എപ്പോഴെങ്കിലും ഇതല്ലെങ്കിൽ അടുത്തത് എന്ത് എന്നുള്ളത് അഷ്കർ ചിന്തിച്ചിട്ടുണ്ടോ? ചില ഘട്ടങ്ങളിൽ ചിന്തിക്കും ഇത് കയ്യിൽ നിന്ന് പാളിപ്പോവോ, സിനിമ കിട്ടുമോ, ഇനി സിനിമയിൽ അടുത്ത ചാൻസ് കിട്ടുമോ, മുന്നോട്ട് എന്ത് ചെയ്യും, ബിസിനസ് ചെയ്യാൻ പോയാലോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ എനിക്കറിയത്തില്ല, എന്ത് ബിസിനസ് ചെയ്യും അറിയത്തില്ല, അതായത് ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത സമയം, സ്ട്രഗിൾ എന്നല്ല, ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ബുദ്ധിമുട്ട് കുറയണ ടൈമിൽ എല്ലാവരും, ഈവൻ ഞാൻ മാത്രമല്ല ഇവനെല്ലാ മനുഷ്യരും പെട്ടുപോയ സമയം കുറയണ. അപ്പോഴൊക്കെ നമ്മൾ വേറെ മൈൻഡിലൊക്കെ പോവുക, മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ, ഫാമിലിയായിട്ട് പോകാൻ പറ്റുമോ, എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ അവിടെ നിന്നും ചാടി എത്തി ഘട്ടങ്ങൾ കടന്നു. അപ്പോൾ നമ്മൾ ദൈവതുല്യനായ ഒരാൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരു കേസ് ഡയറി വരെ എത്തിയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് നല്ല പ്രൊഡക്ഷൻ വരും, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ച് അതിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ രണ്ട് എ അല്ലെങ്കിൽ ബി നോക്കണം എന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ഓപ്ഷൻ, അതും നോക്കുന്നുണ്ട്. ഇപ്പോ ആക്ടേഴ്സിന് എല്ലാവർക്കും അമ്മ സംഘടനയുണ്ട്, നിങ്ങൾ ആക്ടേഴ്സിന് എല്ലാവർക്കും. പക്ഷെ അതിനകത്ത് ഏജോ ബാരിയറോ അങ്ങനെയൊന്നുമില്ല, ആണുങ്ങൾക്ക് തന്നെയോ എല്ലാവരും ഉള്ളതാണ് അമ്മ എന്ന് പറയുന്നത്, അമ്മയുടെ മക്കൾ എന്നുള്ള രീതിയിലാണല്ലോ. അതല്ലാതെ നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സിന് തന്നെ ഒരു അസോസിയേഷനോ ഒരു ഗ്രൂപ്പോ ഒരു സംഘടന വേണമെന്നോ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അമ്മ മെമ്പറല്ല മീൻസ് എനിക്ക് ഒരു സാഹചര്യം എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ ഓപ്പൺ ആയിട്ട് പറയാം സാമ്പത്തിക പ്രശ്നം നമ്മുടെ അതിലേക്ക് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് മെമ്പർഷിപ്പ് വേണം, നമുക്ക് നമ്മുടെ എമൗണ്ട് കാര്യങ്ങൾ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മള് കുറെ പരിചയമുള്ള ഇവര്, അതായത് മമ്മൂക്കായും ലാലേട്ടനും സുരേഷ് ഗോപി സാർ എല്ലാവരും തുടങ്ങി വെച്ചൊരു സംഘടനയാണ്. ഇവരല്ലേ സീനിയേഴ്സ്, ഒരു ഗുരുക്കന്മാരിരുന്ന് ഇവരുടെ കീഴിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസം പറയാം. അല്ല, ചെറുപ്പക്കാർക്കൊരു സംഘടന എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നയിക്കാൻ ഇവരാണ് ഇതിന്റെ പാഠങ്ങൾ മൊത്തം ഇവർക്കല്ലേ അറിയുള്ളൂ. അത് നമ്മൾ സ്കൂളിൽ പഠിയല്ല, ഒരു പ്രിൻസിപ്പൾ എല്ലാം നോക്കുന്ന പോലെ പ്രിൻസിപ്പൾമാരാണ് ഇവർ ഇരുന്ന സംഘടന നിൽക്കുന്നത്. അവരുടെ കീഴിൽ നിന്നാണ് പല ചെറുപ്പക്കാർക്കൊരു സംഘടന. ആരും
പറഞ്ഞിട്ടില്ല, ആർക്കും അങ്ങനെ ആഗ്രഹമില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇവർക്കറിയാവുന്ന പോലെ അല്ല, ഇവര് എക്സ്പീരിയൻസ് പുതിയ തലമുറക്ക് ഉണ്ടെന്നോ എനിക്കറിയത്തില്ല. അവർക്ക് പുതിയ തലമുറകൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ വേണം പുതിയതായിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് അവരോട് സജഷൻ പറയാന്നല്ല, അവരില്ലാതെ സംഘടന ഇല്ലെന്ന് ഇല്ല.